ഇറാൻ അമേരിക്ക യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിൽ നേരിടുന്ന പ്രതിസന്ധിയും യുദ്ധഭീതിയും ലോകത്തെ ആകെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. അതേസമയം ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ തീരുമാനമാകാതെ അനിശ്ചിതമായി നീളുകയാണ്. യുഎസുമായി ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിലാണ് ഇറാൻ. ഇറാന്റെ കർക്കശ നിലപാടുകൾക്ക് പിന്നിൽ അവരുടെ സൈനിക ജനറലായ ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദിയാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇസ്രയേലും യുഎസും നടത്തിയ ആക്രമണങ്ങളിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയും പ്രധാന സൈനിക നേതാക്കളും കൊല്ലപ്പെട്ടതിനു ശേഷം അഹമ്മദ് വാഹിദി ഇറാനിലെ അധികാരത്തിന്റെ കേന്ദ്ര ബിന്ദുവിലേക്ക് എത്തിയതായി വാർത്താ ഏജൻസിയായ AP റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകളിൽ ഇറാൻ സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾ രൂപീകരിക്കുന്നതിൽ ഒരു പ്രധാന വ്യക്തിയായി അഹമ്മദ് വാഹിദി മാറിയിട്ടുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. അജ്ഞാത കേന്ദ്രത്തിൽ കഴിയുന്ന ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ചുരുക്കം വ്യക്തികളിൽ പ്രധാനിയാണ് അഹമ്മദ് വാഹിദി എന്നാണ് വിവരം. പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലും മറ്റും നടന്നു വരുന്ന ചർച്ചകളിൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള അന്തിമ തീരുമാനം ആരാണ് എടുക്കുന്നത് എന്നത് സംബന്ധിച്ച് അനിശ്ചിതത്വം നിലനിന്നിരുന്നു. ഫെബ്രുവരി 8 മുതൽ അഹമ്മദ് വാഹിദി പൊതുമധ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ഇറാനിലെ നിലവിലെ ഭരണ സംവിധാനത്തിൽ ദീർഘകാലത്തെ പരിചയ സമ്പന്നനായ വാഹിദി പശ്ചിമേഷ്യയിലെ തീവ്ര ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകുന്ന പിന്തുണ രൂപപ്പെടുത്തുന്നതിൽ പ്രധാനിയാണ്. 1994-ൽ അർജന്റീനയിലെ ജൂത കേന്ദ്രത്തിലുണ്ടായ ബോംബാക്രമണത്തിൽ പങ്കുണ്ടെന്നും ഇയാൾക്കെതിരെ ആരോപണമുണ്ട്. 2022-ൽ ഇറാനിലെ പ്രതിഷേധക്കാർക്കെതിരായ രക്തരൂഷിതമായ നടപടികൾക്കും അദ്ദേഹം നേതൃത്വം നൽകിയിട്ടുണ്ട്. ഇതിനിടെ കരാറിലെത്തിയില്ലെങ്കിൽ ബോംബാക്രമണം പുനരാരംഭിക്കുമെന്ന ട്രംപിന്റെ ഭീഷണികൾക്കിടയിൽ ഇറാൻ ഹോർമൂസിന് ചുറ്റുമുള്ള സൈനിക നിയന്ത്രണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി പുതിയ മാപ്പും ഇറാൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുതിയതായി സൃഷ്ടിക്കപ്പെട്ട പേർഷ്യൻ ഗൾഫ് സ്ട്രെയിറ്റ് അതോറിറ്റിക്കാണ് ഇതിന്റെ നിയന്ത്രണം. ഇതിലൂടെയുള്ള ഗതാഗതത്തിന് അതോറിറ്റിയുടെ അനുമതി ആവശ്യമാണെന്നും ഇറാൻ പറയുന്നു. എന്തായാലും ഈ യുദ്ധമുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം.